ഹായ്. ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാനും എൻ്റെ മകളും ഹസ്ബൻഡൊക്കെ ഒത്തിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ്, നല്ല മൊമെൻറ്റ്സ് ഞാൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള സ്പേസുകളിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സാധാരണ ആളുകൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ചിലതൊക്കെ മിക്ക ആളുകൾ ചെയ്യാറുണ്ട് ഈയിടെയായിട്ട്. എന്നാലും ഞാൻ കുറച്ചധികമായിട്ട് കാണിക്കുന്നു എന്നൊക്കെ ചിലർ എൻ്റെ അടുത്തൊക്കെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ കമൻസ് എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ. ശരിയാണ്, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ഹസ്ബൻഡ് മോളൊക്കെ ഉള്ള മൊമെൻറ്റ്സ് മറ്റാരേക്കാളും ഞാൻ നന്നായി എക്സ്പോസ് ചെയ്യാറുണ്ട്, എക്സിബിറ്റ് ചെയ്യാറുണ്ട്, പരസ്യപ്പെടുത്താറുണ്ട്, പറയാറുണ്ട്, കാണിക്കാറുണ്ട്. അതിനൊക്കെ എനിക്കൊരു ഉത്തരവുണ്ട്. അതോടെ നിൽക്കട്ടെ, ഐ വിൽ കം ടു ദിസ്. ഇതിനൊക്കെ ഞാൻ വരാം. ഇവിടെ ഞാൻ ഓർക്കുന്നത് മഹാനായ ഒരു പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മക്കളില്ലാത്തവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു സാധനത്തിന് മറ്റൊരാളുടെ കയ്യിൽ, നമുക്ക് എതിരെ നിൽക്കുന്ന ആളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടേതിൻ്റെ വലിപ്പം നമ്മൾ പ്രകടിപ്പിക്കരുത് എന്ന്, അവർക്കത് വേദന ഉണ്ടാക്കരുത്, അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഇതിനെ ബന്ധപ്പെടുത്തിയൊരു കഥ ഞാൻ പറയട്ടെ. നമ്മുടെ കൂടെ, നമ്മുടെ ചുറ്റിലും ഒക്കെ ഉണ്ട് ആളുകൾ. കുഞ്ഞുങ്ങളാവാം, വൈകുന്നവരുണ്ടാവാം, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടാവാം, കുഞ്ഞുങ്ങളുള്ളവരുണ്ടാവാം. എല്ലാത്തരം ആളുകൾ വസിക്കുന്ന ഒരു ലോകമാണല്ലോ ഇത്. അപ്പോൾ ഞാൻ ഒരു 5 വർഷങ്ങൾക്ക് അവരൊക്കെ അനുഭവിക്കുന്ന വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന പാഠങ്ങൾ വേറൊന്നിൽ നിന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 5 വർഷം പിന്നാക്കം ഞാൻ ഒരു ക്രൈസിസിലൂടെ, ഞാൻ പറഞ്ഞല്ലോ, 1.5 വർഷം കൊണ്ട് നിന്ന ദാമ്പത്യ ജീവിതം പൊട്ടിപ്പാളീസായി എൻ്റെ വീട്ടിൽ തനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ ആ വീട്ടിൽ പോവുകയാണ്. ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോയി അമ്മ എടുത്തു. അവിടെ ചെന്ന് ആ കുഞ്ഞിനെ കണ്ടു. അമ്മ കുഞ്ഞിനെ എടുത്തു. ദ ചൈൽഡ് ഈസ് വെരി ഹാപ്പി. കുട്ടി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ പൊതുവെ കുറച്ച് കുട്ടികളുമായി സിങ്ക് കൂടുതലുള്ള ഒരാളാണ്. പെട്ടെന്ന് അവരുമായിട്ട് അടുക്കുന്ന ഒരാളാണ്, ഏത് തരം ടൈപ്പ് ഓഫ് കുട്ടികളുമായിട്ടും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞിനെ എടുത്തു. കുഞ്ഞ് കരഞ്ഞൊന്നുമില്ല, സീംസ് ടു ബി ഹാപ്പി. പക്ഷേ എന്താണെന്നറിയില്ല, ആ വീട്ടിലെ ആ അമ്മയ്ക്ക്, കുഞ്ഞിൻ്റെ അമ്മയ്ക്കല്ല, കുഞ്ഞിൻ്റെ അമ്മമ്മയ്ക്ക് കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്. അവർക്ക് ഞാൻ എടുത്തതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതവരുടെ മുഖത്തു നിന്നും എനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, അവരെൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചു വാങ്ങിച്ചു. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ എടുത്തപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചു വാങ്ങിച്ചു. ഒരു നിമിഷം ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു. അപ്പോഴാണ് എനിക്കുള്ള ഒരു ലേബലിനെ പറ്റി, ടൈറ്റിലിനെ പറ്റി ഞാൻ ചിന്തിച്ചത്. ഡിവോഴ്സ്ഡായിട്ട് 1.5 വർഷമേ ഹസ്ബൻഡുമായി ജീവിച്ച് ഡിവോഴ്സ്ഡായി വീട്ടിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ഒരു യുവതി, അല്ലെങ്കിൽ പെൺകുട്ടി, അല്ലെങ്കിൽ സ്ത്രീ. അവരെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ ഓഫ് മച്ചി, ഇൻഫർട്ടൈൽ, മച്ചിയായിട്ടുള്ളൊരു സ്ത്രീ, അതായത് കുഞ്ഞില്ലാത്ത, അശോനം പിടിച്ച, എന്താ പറയുക, ലക്ഷണക്കേടുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഈ സ്ത്രീ എന്നെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് ചില ലേബലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പം പിന്നെ അത്തരം സാഹചര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പോകാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വെറുതെ അവരെയും വേദനിപ്പിക്കേണ്ട, നമുക്കൊരു വേദനയുണ്ടാന്ന് വെച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറം, 4-5 വർഷങ്ങൾക്കിപ്പുറം സമയം എല്ലാത്തിനെയും മാറ്റി. ഐ ഗോട്ട് റീമാരിഡ് ആൻഡ് ഐ ഹാവ് എ ചൈൽഡ് നൗ. ഞാൻ ഒന്നുകൂടി ഊന്നി പറയട്ടെ, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു സമയത്ത് ഇല്ലാതിരുന്നപ്പോൾ നിങ്ങളെല്ലാവരും മീൻസ് അങ്ങനെയുള്ള സ്കോണേഴ്സ്, ദോസ് കൈൻഡ് ഓഫ് സ്കോണേഴ്സ് മോക്ക്ഡ് അറ്റ് മീ, എന്നെ നന്നായി കളിയാക്കി. നിങ്ങൾ കാണും, കണ്ണു തുറന്ന് കാണും. എനിക്ക് കുറച്ചുകൂടി പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ട് തന്നെ പറയട്ടെ, കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല, ഇൻകറക്റ്റായി തന്നെ പറയട്ടെ, നിങ്ങളെക്കാൾ, നിങ്ങളുടെ കുഞ്ഞിനേക്കാൾ, നിങ്ങളുടെ മക്കളുടെ മക്കളേക്കാൾ മികച്ച, മിടുക്കിയായ, സുന്ദരിയായ ഒരു മകളെ ദൈവം എനിക്ക് തന്നു. സമയം എനിക്ക് തന്നു, കാലം എനിക്ക് തന്നു. ഇതൊരു ഉത്തരമാണ്. ഇതൊരു എക്സിബിഷനിസം കൂടിയാണ്. ഇതൊരു സ്വീറ്റ് റിവെഞ്ച് കൂടിയാണ്. സമയത്തിനും കാലത്തിനും മായ്ക്കാൻ പറ്റാത്ത ഒരു മുറിവുകളുമില്ല. എല്ലാം മായ്ക്കും, എല്ലാം മാഞ്ഞു വരും.
നോക്കൂ, എനിക്കുണ്ട് സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഒട്ടും മക്കളെ ഇല്ലാത്തവർ, പിന്നെ അങ്ങനെ പല ടൈപ്പ് ആളുകളുമുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഞാൻ അവർക്കൊക്കെ എടുക്കാനും കൊടുക്കാറുണ്ട്. എന്താ പറയുക, അവർ എൻ്റെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാറുണ്ട്. ഞാൻ അവരുമായിട്ട് സമ്പർക്കമുണ്ട്, അവരുമായിട്ട് ടൂറ് പോയിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യമുണ്ട്. ഞാൻ ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും പൊസസ് ചെയ്യുന്ന ആളല്ല. ആ പ്രവാചകൻ പറഞ്ഞ പോലെ ഞാൻ വലിയ മിടുക്കിയായതുകൊണ്ടൊന്നുമല്ല. നമുക്ക് ആവുന്ന അത്ര മാക്സിമം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നൊരു പ്രിൻസിപ്പിളിന് ജസ്റ്റ് ഫോളോ ചെയ്യുന്നു, അത്രമാത്രം. ടൈം ഹീൽസ് എവറിത്തിങ്. സമയത്തിന് കാലത്തിന് എല്ലാ മറുപടികളുമുണ്ട്. കാത്തിരിക്കുക. നമ്മൾ ആഗ്രഹിച്ച മറുപടികളും നമുക്കും കൊടുക്കാൻ സാധിക്കും. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ തോട്ട്. താങ്ക് യു.